അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സ്പെഷ്യൽ എന്ന് പറയുന്ന കാര്യം, ഞാൻ ഇതുണ്ടാക്കി കഴിച്ചിട്ടുള്ള എല്ലാവരും വീണ്ടും ഇതുണ്ടാക്കി തരുമോ നിവീനാന്ന് ഒന്നല്ല രണ്ടല്ല അതിൽ കൂടുതൽ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പൊതുവെ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ അടുക്കളയിൽ കയറിയിട്ട് എന്നും രാവിലെ തൊട്ട് ദോശ, അപ്പം, ഇഡ്ഡലി, അപ്പം, ഉച്ചയ്ക്ക് ചോറ്, അങ്ങനെയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അത്യാവശ്യം മടിയുള്ള കൂട്ടത്തിലെ ആളാണ് ഞാനെങ്കിലും പണ്ട് തൊട്ടേ, അതായത് ഒരു 10ാം ക്ലാസ്സിന് മുന്നേ തന്നെ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ അടുക്കളയിൽ കയറിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കുരുത്തക്കെട്ട പരിപാടി എന്നൊക്കെ അന്ന് എൻ്റെ ഉമ്മി പറയായിരുന്നു. അതായത് ഓരോ മക്രോണി, പാസ്ത, മാഗി, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡെസേർട്ടൊക്കെ ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു ആ സമയം തൊട്ടേ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുപോലെ തന്നെ ആ സമയം തൊട്ട് ഉണ്ടാക്കി വരുന്നത് കൊണ്ട് തന്നെ എങ്ങനെ ചെയ്താലായിരിക്കും കൂടുതൽ ടേസ്റ്റ്, ഏത് രീതിയായിരിക്കും കൂടുതൽ വെറൈറ്റി എന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം കേട്ടോ. ഞാൻ പുകഴ്ത്തി പറയുകയല്ല, നമ്മളുണ്ടാക്കുന്ന ചില റെസിപ്പിയൊക്കെ ചിലവർക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതുപോലെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. നമുക്ക് വളരെ എളുപ്പം തന്നെയാണ് ഇതുണ്ടാക്കാൻ തന്നെ. അതായത് നമ്മുടെ മക്രോണിക്ക് ആദ്യമേ കുറച്ച് ചിക്കൻ റെസിപ്പി ആയിട്ട് ഉണ്ടാക്കുകയാണ്. നമുക്ക് വെജിറ്റബിളിൽ ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്ക് ചിക്കനിൽ ഉണ്ടാക്കാം. എനിക്ക് കൂടുതലും ചിക്കൻ്റെ ഫാനിന് തന്നെ ആയതുകൊണ്ട് ഞാൻ ചിക്കനിൽ ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ്ട് ഞാൻ ചിക്കൻ ആദ്യമേ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വെജസ്സൊക്കെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 കളറിലുള്ള നമ്മുടെ ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. അതുപോലെ ചെറുതായിട്ട് കുനാന്ന് കഴിഞ്ഞ ഒരു സവാളയും വേണം കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളകും. നമ്മളെടുക്കുന്ന ഏത് മക്രോണി ആയാലും അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്തിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പും എണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ആ ടൈമിൽ വേണം നമ്മൾ ഈ അരിയുന്നതും ചിക്കൻ മാരിനേറ്റ് വെക്കാൻ. അപ്പോൾ അതാണ്ട് ചിക്കൻ ഞാൻ ഇതുപോലെ കുറച്ച് എണ്ണയിൽ മാത്രം ഞാൻ ഇട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുകയല്ല, ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് മൂടി വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ മൂടി വെച്ചിട്ട് വേവിക്കുന്നതിൻ്റെ അർത്ഥം അതിൽ ആ ചിക്കൻ്റെ സ്റ്റ്യൂ ഇല്ലേ, അത് നന്നായിട്ട് ഇറങ്ങും. നോട്ട് ചെയ്യണം, ഇതിനകത്ത് പ്രത്യേകിച്ച് മസാലയൊന്നും ഞാൻ ഈ ചിക്കനിൽ ആഡ് ചെയ്യുന്നില്ല. വെറും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഉള്ളൂ. മസാല ഒന്നും തന്നെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സ്റ്റ്യൂ ഒക്കെ ഇറങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റ്യൂവിൽ വേണം ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതാണ് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുറച്ചും കൂടി വലിയൊരു പാനിലേക്കാണ് കേട്ടോ. നിങ്ങൾ അത്യാവശ്യം ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം മക്രോണിയുടെ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വലിയൊരു പാനിലേക്കാണ് എടുക്കുന്നത്. എന്നിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ ചിക്കൻ ടോസ്റ്റ് ചെയ്തെടുത്ത ആ എണ്ണയും ആ സ്റ്റ്യൂവും കൂടി മിക്സ് ആയിട്ടില്ലേ, അതിലേക്ക് തന്നെയാണ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ പൊതുവായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഫ്ലേവർ. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ സവാളയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതാണ്ട് ക്യാപ്സിക്കം എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിന് മുന്നേ ഒരു മഷ്റൂം ആഡ് ചെയ്ത് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ഫ്ലോപ്പായിരുന്നു. കാരണം മഷ്റൂമിൻ്റെ ടേസ്റ്റും കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും മക്രോണിക്ക് അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. കാരണം വേറൊരു ടേസ്റ്റിലേക്ക് മാറി. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഉണ്ടാക്കുമ്പോൾ വേറെ അഡീഷണൽ ഒന്നും ആഡ് ചെയ്യത്തില്ല. ഈ വീഡിയോ കാണുന്നത് കണക്ക് മാത്രമേ ഞാൻ ആഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വേറെ മസാലകളോ ചില്ലി പൗഡറോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അതും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സോയാ സോസ്, ഒരു പേരിന് മാത്രം സോയാ സോസ് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. സോയ സോസ് ചിലപ്പോൾ കൂടി വരുമ്പോഴത്തേക്ക് അതും ഒരു കയ്പ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഈ കാണിച്ച അളവിൽ മാത്രമേ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിക്ക് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പാസ്ത സോസാണ് കേട്ടോ. പാസ്തയുടെ സോസില്ലേ, റെഡ് പാസ്തയുടെ സോസ്, നോർമൽ ഇറ്റാലിയൻ പാസ്തയുടെ സോസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പാസ്ത സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ യൂസ് ചെയ്യാം. പക്ഷേ ടൊമാറ്റോ ഈ പാസ്ത സോസ് തന്നെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. ഇത് ഞാൻ ഇപ്പം
ഈ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഏകദേശം ഒരു 5-6 വട്ടം ഉണ്ടാക്കിയതിന് ശേഷമുള്ളതാണ് കേട്ടോ. അതായത് ഇതിന് മുന്നേ എപ്പോഴും സക്സസ് ആയിട്ടുള്ളതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ പാസ്ത അത് പാസ്ത സോസ് ആഡ് ചെയ്തതോടെ തന്നെ അതിൻ്റെ ബോട്ടിൽ അതായത് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അതിൽ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ദാണ്ട് ഞാൻ അതിലേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എരിവ് കുറച്ച് കുറവുണ്ട്. അതായത് കുരുമുളകിന് കുറച്ച് കുറവുള്ളതുപോലെ തോന്നി. അപ്പോൾ കുറച്ചും കൂടെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ മല്ലിച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ആ സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ഏത് ഫുഡിലും ആഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ ദാണ്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന മക്രോണിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനിയെല്ലാം ചെയ്തെടുക്കാൻ കേട്ടോ. അതായത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പാസ്ത ആ ഗ്രേവിയിലൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ചില്ലി ഫ്ലേക്സ് എന്തിനാണ് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ചീസില്ലേ ചീസ് സ്ലൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്പൈസസ് കുറവായിട്ട് തോന്നും. അപ്പം ഈ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ചില്ലി ഫ്ലേക്സും കൂടി നമ്മുടെ വായിൽ പോകുമ്പോഴത്തേക്കും സ്പൈസിയും ചീസും എല്ലാം കൂടി നല്ല നോർമൽ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ്ട് ആദ്യം ഒരു 3 സ്ലൈസസ് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മൂടി വെച്ച് കവർ ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതാണ്ട് ഇതുപോലെ ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ചീസ് സ്ലൈസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.